ഇടുക്കി. തൃശൂർ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി അജ്മലിനെയാണ് 1 വർഷത്തേക്ക് നാടുകടത്തിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ 10ഓളം കേസുകളിലെ പ്രതിയാണ് അജ്മൽ എന്നും പോലീസ്. ദൈർഘ്യമേറിയ റേഡിയോ പ്രക്ഷേപണം നടത്തിയ രാജ്യത്തെ ആദ്യ സ്കൂൾ എന്ന റെക്കോർഡ് നേടി തൃശൂർ മാള ഹോളി ഗ്രേസ് അക്കാദമി. 25 മണിക്കൂർ 25 മിനിറ്റ് 25 സെക്കൻഡ് ഇടവേളയില്ലാതെ റേഡിയോ പ്രേക്ഷണം നടത്തിയാണ് സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. അഭിമാന നേട്ടത്തിൽ പങ്കാളികളായി നിരവധി പേർ. ചങ്ങനാശ്ശേരിയിൽ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾക്ക് വെട്ടേറ്റു. ചങ്ങനാശ്ശേരി സ്വദേശി ചോട്ട ഷമീർ എന്ന് വിളിക്കുന്ന ഷമീർ സലീമിനാണ് വെട്ടേറ്റത്. മാരകായുധങ്ങളുമായി കാറിലെത്തിയ 4 അംഗ സംഘമാണ് ആക്രമണമുണ്ടാക്കിയത്. കോട്ടയം വൈക്കത്ത് മുക്കുപണ്ടം പണയം വെച്ച പണം തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. മൂവാറ്റുപുഴ സ്വദേശി രാകേഷ്, കോതമംഗലം സ്വദേശി ബിജു എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തൃശൂർ അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വാമി മുക്ത ചിദാനന്ദ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ മുറ്റിച്ചൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണലൂർ പാലാഴിയിൽ പുഴയരികിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെമ്മാപ്പള്ളി സ്വദേശി പ്രഭുലാലാണ് മരിച്ചത്.